ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിന്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. മലയാളത്തിലെ ജനപ്രിയ കാവ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തെക്കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ. നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തുകളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാങ്കനി വീഴുന്നേരം കവിതയെ ജീവിതത്തിന്റെ തുടർച്ചയായി കണ്ട കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഗ്രാമജീവിതത്തിലെ അനുഭവങ്ങളും പ്രകൃതിയിലെ സൗന്ദര്യങ്ങളും കുടുംബ ബന്ധങ്ങളിലെ ആർദ്രതയും ഈ കവിയുടെ ദർശനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ലളിതമെന്ന് തോന്നുന്ന ഒരു പ്രമേയത്തിന് സാർവലൗകിക മാനം കൊടുത്തിരിക്കുന്ന അസാധാരണ കരകൗശലമാണ് മാമ്പഴം എന്ന കവിതയുടെ രചനയിൽ കവി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മാവിന്റെ കുല പൊട്ടിച്ചു കളഞ്ഞ കൊച്ചുമകനെ ശകാരിക്കുന്ന അമ്മയോട് ഇനി മാങ്ങ പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന മകൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയപ്പോൾ മരണം ജീവിതത്തിന്റെ മേൽ വിരിക്കുന്ന കഠിന സന്ത്രാസങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും വണ്ണം ശക്തമായിട്ടാണ് കവി ഇതിലെ ബിംബങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് എത്ര കൃത്യമായിട്ടാണ് അതിനെ കവി വ്യാഖ്യാനിക്കുന്നത്. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപെഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. വാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസലീനനായവൻ വാഴെ
തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. വാക്കുകളെ അതിസൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഈ കവി അതിസാന്ദ്രമായാണ് പദങ്ങളെ സങ്കലനം ചെയ്യുന്നത്. പദങ്ങളെയും ബിംബങ്ങളെയും ഉപയോഗിക്കുന്നതിൽ ലുബ്ധനായൊരു കവിയാണ് വൈലോപ്പിള്ളി. കവിതയുടെ സഹജ സ്വഭാവമായ ധ്വന്യാത്മകത ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് മാമ്പഴം. വാനവർക്കാരോമലായി പാരിനെക്കുറിച്ചുദാസീനനായി ക്രീഡാരസലീനനായവൻ വാഴുകി അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകി അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്നെഴുതുമ്പോൾ പദവും അലങ്കാരവും അർത്ഥവും എല്ലാം അതീവ സുന്ദരമായി സങ്കലനം ചെയ്തതിന്റെ ഭാവസംക്രമണശേഷി നമുക്ക് ബോധ്യപ്പെടുന്നു. പരമ്പരാഗത വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എം.എൻ. വിജയൻ മാഷിന്റെ വ്യാഖ്യാനം നോക്കുക. മാമ്പഴം ഒരമ്മയെയും ഉണ്ണിയെയും വിഷയമാക്കി കവി എഴുതുന്ന വാക്യങ്ങളല്ല, അമ്മയെക്കുറിച്ചുള്ള ഉണ്ണിയുടെ ചിന്തയാണ്. അതൊരാദർശത്തിന്റെ വ്യാഖ്യാനമല്ല, അഭിലാഷത്തിന്റെ പൂരണമാണ്. തന്റെ ആഗ്രഹത്തിന് വിപരീതമായി നിൽക്കുന്ന അമ്മ തന്റെ മരണത്തിൽ പശ്ചാത്താപതപ്തയായി തന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു എന്നവൻ സങ്കൽപ്പിക്കുന്നു. തന്മകൻ അമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. പൂവാല നന്നാർക്കണ്ണ മാമ്പഴം തരികെന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ഉതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധ്വാനത്തോടും. വാസന്ത മഹോത്സവമാണവർക്ക്, എന്നാൽ അവൾക്കാഹന്ത കണ്ണീരിനാലന്ധമാം വർഷാകാലം. പുരതോ മൃത്യുബോധം ജീവിതത്തിന്റെ ദർശനത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഉദകക്രിയ ചെയ്യേണ്ട മകനെ അമ്മ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു ദാരുണാവസ്ഥ ഈ കവിതയുടെ രൂപഘടനയിൽ കവി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതവും ക്രമരഹിതവും അയുക്തികവുമായി വരുന്ന മരണം ജീവിതത്തെ അതേ സ്വഭാവത്തിൽ തന്നെ അസംബന്ധമാക്കിയിരിക്കുന്നു എന്ന ദാർശനിക തലം കൂടി ഈ കവിതയ്ക്കുണ്ട്. വൈലോപ്പിള്ളി കവിതകളിൽ താരതമ്യേന ലളിതസുഭകമായ പദഘടനയാണ് മാമ്പഴത്തിലേതെങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം അത്ര ലളിതമല്ല. അടിത്തട്ടുവരെ വ്യക്തമായി കാണാവുന്ന തുടുവെള്ളാമ്പൽ പൊയ്ക പോലെയുള്ള ഒരു ജീവിതമല്ല താൻ കവിതയ്ക്ക് പ്രമേയമാക്കുന്നുവെന്ന് കവി ധ്വനിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു കടലാണ് തിരയും ചുഴിയും മുത്തും പവിഴവും വിഷസർപ്പങ്ങളും കിനാവള്ളികളും സ്രാവും തിമിംഗലവും ഒക്കെയുള്ള സങ്കീർണമായ ഒരു ജീവിതക്കടലാണ് ഈ കവിയുടെ അസംസ്കൃത വസ്തു. അതിൽ നിന്നുണ്ടാകുന്ന കവിത ശക്തവും ആർദ്രസുന്ദരവും ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് മാമ്പഴം എന്ന കവിത. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുന്നാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുന്നാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ.
നീരസം ഭാവിച്ച് നീ പോയിതെങ്കിലും നീരസം ഭാവിച്ച് നീ പോയിതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ? പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ? വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരെൻ കണ്ണനെ, തരസാ നുകർന്നാലും തായ തന്നെ വേദ്യം നീ. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. കവിത ചൊല്ലിയ വി മധുസൂദനൻ നായർ, നിള പ്രഭാകരൻ കുമാർ എന്നിവരോടും കവിതാരാമം യൂട്യൂബ് ചാനലിനോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. എല്ലാ റേഡിയോ ബൻസിഗർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്. ഒരു സ്വർണമാലിക പോൽ